ഒരു തരം ചടുപ്പാ തോന്നുന്നത്. പിന്നെ ഓർക്കപ്പുറത്ത് താനിങ്ങനെ വന്ന് കയറിയ അതും ഒരുമാതിരി പൈങ്കിളി പ്രണയവും കൊണ്ട്. ആ, അതാണ് ചെമ്പകശ്ശേരിയിലെ ആദിത്യം. ഞാൻ ഗന്ധർവനെ പോലെയാണ്. കാറ്റായും കടലായും കരിമേഘമായും ഏതു നിമിഷവും എവിടെയും ഞാൻ പ്രത്യക്ഷപ്പെടാം. എന്തൊരു ക്ലീശാടോ. കുറച്ച് ഓവറായല്ലേ? കുറച്ചല്ല, ഫുൾ ഓവറാ. നാണല്ലോടോ തനിക്ക് ഇങ്ങനെ ഒരുമാതിരി പൂവാലന്മാരെ പോലെ. ആ, ഞാനൊരു പൂവാലനാണല്ലോ എന്ന് താൻ മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, താനും കൂടെ സമ്മതിച്ചേരണം. ആ പിന്നെ ഇന്ന് തന്റെ ഗന്ധർവ വേഷം ആമി ചേച്ചി കണ്ടു കേട്ടോ. അയ്യോ, എന്നിട്ടെന്താ, ചേച്ചി പോയി മുത്തശ്ശിയും കൂട്ടി വന്നു. ഈശ്വര, ചതിച്ചോ? ചതിച്ചേനെ. ഞാൻ വാ തുറന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിട്ടേ ഇല്ലാന്ന്. അയ്യടാ, ഒരു താങ്ക് യു. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാലേ ഞാൻ ഒറ്റ കൊടുക്കും, പറഞ്ഞേക്കാം. മുത്തശ്ശിയും കൊച്ചുമകളും കൂടി ഗന്ധർവനെ പിച്ചിക്കേറി ഭിത്തിയിൽ ഒട്ടിക്കും. ഒരുപാട് ചിരിക്കുന്നത് കരയുന്നതിന്റെ ലക്ഷണം കേട്ടോ. ഓ ആയിക്കോട്ടെ. താൻ പറയുന്ന തമാശകൾ കേട്ടിട്ട് ഞാൻ കരയാണെങ്കിലേ അതെന്റെ വിധി. തന്റെ പിടിപ്പ് കേടും. ഓ, ഒരു വലിയ ട്രാജഡിക്കാരൻ വന്നേക്കുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാ പൂജ സത്യം പറയോ? എന്താടോ? എന്നെ കാണണോന്ന് താനും കൊതിച്ചില്ലായിരുന്നോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉവ്വേ. എനിക്കറിയാത്തയാണോ തന്റെ ഈ മനസ്സ്? എന്തിനാടോ ഇങ്ങനെ കള്ളം പറയുന്നേ? ഈ മനസ്സ് മുഴുവൻ ഞാനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്താ, അതങ്ങനെയല്ലേ? ജീവാംശമായി താൻ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. പിന്നീട് ഇവിടെ പോയി കിടക്ക്. അവള് വിട്ടു കാണില്ല. ഒരു ഇന്ദുലേഖ. ഇന്ദുലേഖ ഉമാദത്തൻ. ആത്മജ ഉമാദത്തൻ എന്താ കുഴപ്പം? അതല്ലേ ചേരുന്ന പേര്. അതെങ്ങനെയാ ചേർക്കുന്നവർക്ക് കൂടി തോന്നണ്ടേ? ആഹാ, ഇന്നെന്താടാ ഭാര്യ? പൂമുഖമാതിൽ തന്നെ ഒരു സ്വീകരണമാണല്ലോ. ഇതെന്തു പറ്റി? ഇതെന്താടോ പതിവില്ലാതെ ഇത്രയും മുഖം വീർപ്പിക്കല്? എന്നോട് മിണ്ടണ്ട. ഞാൻ പിന്നെ ആരോട് മിണ്ടാനാ? അതെ, സ്വയം അങ്ങ് തീരുമാനിച്ചാ മതി. ഇതെന്താ ഇങ്ങനെ? ഇപ്പൊ ഇങ്ങനെയാ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. കഷ്ടമാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴകി കഴിയുമ്പോ എല്ലാം കഷ്ടം തന്നെ. എന്റെ ആമി, കാലത്ത് മുതൽ ഭ്രാന്ത് പിടിച്ച് പണിയെടുത്തിട്ട് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുന്നത് നിന്നോട് നല്ല നല്ല വർത്താനം പറയാൻ വേണ്ടിട്ടല്ലേ? എന്നോട് എന്തിനാ പറയുന്നേ? പറയാൻ വേറെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അതെ, ഉണ്ട്. IG രമാകാന്തൻ സാർ, CI ഇടിക്കുള സാർ, പിന്നെ SI മോഹൻദാസും കോൺസ്റ്റബിൾമാരായ രവിയും മുജീബും, പിന്നെ മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ വന്ന് കയറുന്ന കുറെ ക്രിമിനൽസും. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ എന്നത്തെ പോലെ വർത്താനം പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്കിത് മനസ്സിലാവുന്നില്ല ആമി. നീ എന്താ സീരിയലിന്റെ ഡയലോഗ് പറഞ്ഞു കളിക്കാണോ? ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഗോമതീശ്വരുടെ കൂടെ കൂടി ആവശ്യമില്ലാത്ത കണ്ട് ജീവിതം പാഴാക്കരുതെന്ന്. ഇത് സീരിയൽ ഡയലോഗ് ഒന്നുമല്ല. ഇങ്ങോട്ട് വാ മനുഷ്യ. എന്താ? വിട്. ആരാ ഇന്ദുലേഖ? ഏത് ഇന്ദുലേഖ? 10 സീല് ഇന്ദുലേഖ. 10 സീയോ? എനിക്കെല്ലാം മനസ്സിലായി. ചുമ്മാ എന്നല്ല, നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഇന്ദുലേഖ എന്ന് പേരിടാന്ന് പറഞ്ഞത്. എപ്പോ? എപ്പോ ഒന്നും അറിയില്ലല്ലേ? എടി, അതെന്റെ മുത്തശ്ശിയുടെ പേരല്ലേ? പിന്നെ ഇതാരാ? ഇന്ദുലേഖ. എന്തിനാ?
ഇപ്പൊ നിങ്ങൾ നിലവിളിച്ചേ? അപ്പൊ നിങ്ങൾക്കറിയാം ഇവൾ ആരാണെന്ന്. ആര്? എടി എനിക്കൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഓട്ടോഗ്രാഫില് ഇവൾ എങ്ങനെ ഈ വൃത്തിയോട് എഴുതിയേ? വൃത്തികേടോ? എന്ത് വൃത്തികേട്? ഈ എഴുതി വെച്ചേക്കുന്ന എന്താ? ഇത് വൃത്തിയോടല്ലേ? അയ്യോ എടി, ഇത് സാഹിത്യമല്ലയോ? സാഹിത്യം ഇത് കേൾക്കുന്നവർക്കും കൂടി തോന്നണ്ടേ? പറ, എന്തിനാ അവളിങ്ങനെ ഈ ഓട്ടോഗ്രാഫിൽ എഴുതിയത്? അവള് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നില്ലേ? നിങ്ങൾ ഇപ്പോഴും കണ്ടുമുട്ടാറില്ലേ? എന്റെ അമ്മയാണ് എനിക്ക് ഇവൾ ആരാണെന്ന് പോലും ഓർമ്മയില്ല. ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും മറക്കില്ലെന്ന് അവൾ എഴുതി വെച്ചിട്ടില്ലേ? ഒരു ഓട്ടോഗ്രാഫ് ആവുമ്പോ പലരും പലതും എഴുതിയിരിക്കും. പലതും എഴുതിയിരിക്കും. നീ കേട്ടിട്ടില്ലേ? BA പഠിച്ചാലും MA പഠിച്ചാലും സോദര എന്നെ മറക്കരുതേ എന്ന്. കണ്ണേ കടലേ കടലാവണക്കും പത്തലേ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ നീ എപ്പോഴും വിരിഞ്ഞു നിൽക്കുക. മറക്കില്ല ഒരിക്കലും എന്നെഴുതി വെച്ച് പിന്നെ ഒരിക്കലും കാണാൻ കഴിയാതെ പോയവർക്ക് അങ്ങനെ എത്ര എത്ര പ്രശസ്തമായ ഡയലോഗ് ഉണ്ടെന്ന് അറിയാമോ? ഈ 10ാം ക്ലാസ്സുകാരുടെ മണ്ടൻ സാഹിത്യമല്ലേ ഇത്ര നിലവാരമൊക്കെ ഉണ്ടാകത്തുള്ളൂ. നീ അതങ്ങ് ക്ഷമിക്ക്. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് അറിയില്ല അല്ലേ? ഇല്ല, അറിയില്ല. നാളെ എങ്ങനും അങ്ങനെ ഒരാൾ ഇവിടെ അന്വേഷിച്ചു വന്നാലോ? അല്ല, അത് ഈ അറിയാത്ത ആളെ നമ്മളെ അന്വേഷിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. അല്ല, ചുമ്മാതെങ്ങനെ അന്വേഷിച്ചു വന്നാലോ? എടി, എനിക്ക് അറിയില്ലെന്നല്ല പറഞ്ഞത്, ഓർമ്മയില്ലെന്നാ. നിങ്ങൾ എന്തിനിങ്ങനെ മലക്ക് മറിയുന്നേ? എന്റെ ആമി, ഞാൻ പറഞ്ഞില്ലേ? നേര് പറ, അവൾ എന്നെക്കാളും സുന്ദരിയാണോ? ഒരിക്കലും അതിന് സാധ്യതയില്ല. എടി, നിന്റെ അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതെ സുഖിപ്പിക്കല്ലേ? ഞാൻ അതിനെ തന്നെ സൂചിപ്പിക്കുന്ന ആമി. നീ എന്റെ ജീവന്റെ ഭാഗമല്ലേ? അപ്പൊ പിന്നെ ഞാൻ നിന്നോട് വെറുതെ ഡയലോഗ് പറയോ? അല്ല, ഈ സത്യം ഇതിനു മുൻപ് ദത്തേട്ടൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആണോ? പക്ഷേ ഓരോ തവണ കേൾക്കുമ്പോഴും ഒരു സന്തോഷമല്ലേ? അതൊക്കെ ഉണ്ട്. അതാണ് സത്യത്തിന്റെ സന്തോഷം. എടി, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ? എനിക്ക് ദത്തേട്ടനെ അതെനിക്കറിയാലോ. എന്നാലും എന്റെ ആമി, നീ എന്നെ ഇങ്ങനെ സംശയിച്ചല്ലോ. അത് ഏട്ടനോടുള്ള എന്റെ പൊസസീവ്നെസ് ഉണ്ടല്ലേ? അതും എനിക്കറിയാലോ. ആമി മോളെ, നിനക്കറിയാമോ, കോളേജിൽ പഠിക്കുമ്പോ എത്ര പെൺകുട്ടികൾ എന്റെ പിന്നാലെ ക്യൂ നിന്നു. പക്ഷേ ഒരൊറ്റ എണ്ണത്തെ ഞാൻ ചാടാൻ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കിയിട്ടില്ല. സത്യം? പിന്നെ എന്റെ മോളോട് ഞാൻ കള്ളം പറയോ? എടി, എന്റെ മനസ്സ് മുഴുവൻ നീയായിരുന്നു. നിന്നെ ആദ്യം കണ്ടത് മുതൽ എങ്ങനെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. എത്രയോ രാത്രികളില് ഞാൻ നിന്നെ മാത്രം ഓർത്ത് ഉറങ്ങാതെ കിടന്നിട്ടുണ്ടെന്നോ. ഉറക്കം ഉപേക്ഷിച്ച് നിന്നെ സ്വപ്നം കണ്ടിരുന്നിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കാരണം അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇങ്ങോട്ട് വന്നേ. മനുഷ്യനെ കൊല്ലിക്ക് അവൾക്ക് പൊക്കിയെടുത്തോണ്ട് വരാൻ കൊണ്ടൊരു സാധനം. അയ്യോ, ഇങ്ങോട്ട് നോക്ക്.